രാവിലത്തെ സ്വർണവെയിൽ വീടിന്റെ മേൽക്കൂരയിൽ വീണ് തിളങ്ങി. പൂച്ചക്കുട്ടിയായ മിന്നി അവളുടെ ചെറിയ കാലുകൾ നീട്ടി നിവർന്നു. അമ്മപ്പൂച്ച പച്ചപ്പുള്ള ഒരു വലിയ മരത്തിന്റെ തണലിലിരുന്ന് തന്റെ വെളുത്ത പാദങ്ങൾ വൃത്തിയാക്കുകയായിരുന്നു. മിന്നിമോളെ, അമ്മപ്പൂച്ച സ്നേഹത്തോടെ പറഞ്ഞു, നിനക്ക് ഈ മുറ്റത്ത് വെയിലിൽ കളിക്കാം, പക്ഷേ ആ പഴയ മരവേലി കടന്നു പോകരുത്. ചെറിയ പൂച്ചക്കുട്ടികൾക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റിയ സ്ഥലമല്ല അപ്പുറത്തുള്ള കാട്. ഇല്ല അമ്മേ, ഞാൻ പോകില്ല, മിന്നി ഉറപ്പു നൽകി. അവൾ വെയിലിലേക്ക് ഓടി, താഴേക്ക് വീഴുന്ന മഞ്ഞ ഇലകൾക്ക് പിന്നാലെ പാഞ്ഞു. പെട്ടെന്നാണ് ഒരു വലിയ ചിത്രശലഭം മിന്നിയുടെ മൂക്കിനു മുന്നിലൂടെ പറന്നുപോയത്. അതിന് തിളങ്ങുന്ന നീല നിറമായിരുന്നു. ഇത്രയും മനോഹരമായ ഒന്ന് മിന്നി ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. മിന്നി അതിനെ പിടിക്കാൻ ചാടി. എന്നാൽ ആ നീല ചിത്രശലഭം പഴയ മരവേലിക്ക് മുകളിലൂടെ പറന്നകന്നു. അമ്മയ്ക്ക് കൊടുത്ത വാക്ക് മറന്ന് ആ ചെറിയ പൂച്ചക്കുട്ടി മരവേലിയുടെ വിടവിലൂടെ പുറത്തേക്ക് കടന്നു. അവൾ ആ നീല ചിറകുകളിൽ മാത്രം കണ്ണും നട്ട് ഇരുണ്ട പച്ച നിറമുള്ള വലിയ വാഴകൾക്കിടയിലേക്ക് അതിനെ പിന്തുടർന്നു. പെട്ടെന്നാണ് ആ നീല ചിത്രശലഭം പച്ചിലകൾക്കിടയിൽ മാഞ്ഞുപോയി. മിന്നി നിന്നു, ചുറ്റും നോക്കി. സ്വർണവെയിൽ പോയി മറഞ്ഞു. പകരം തണുത്ത ഇരുണ്ട തണൽ മാത്രം. മിന്നിക്ക് പേടിയായി. മ്യാവ്, അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ വിളിച്ചു. അമ്മാ. മുകളിലായി ആടി ഉലയുന്ന ഒരു തെങ്ങോലയിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. കാ കാ. അത് അപ്പു കാക്കയായിരുന്നു. ആഹാ, ഇത് നമ്മുടെ മിന്നി പൂച്ചക്കുട്ടിയാണല്ലോ, അപ്പുക്കാക്ക പറഞ്ഞു. നിന്റെ ആ പിങ്ക് കോളർ കണ്ടാൽ ഇവിടെ മുകളിൽ നിന്ന് എളുപ്പം തിരിച്ചറിയാം. നീ വെയിൽ നിറഞ്ഞ മുറ്റത്ത് നിന്ന് ഒരുപാട് ദൂരേക്ക് വന്നോ? അതെ അപ്പു, സങ്കടത്തോടെ മിന്നി പറഞ്ഞു. ഞാൻ ഒരു നീല ചിത്രശലഭത്തിന്റെ പിന്നാലെ വന്നതാ. ഇപ്പോൾ എനിക്കെന്റെ അമ്മയെ കാണാനില്ല. പേടിക്കണ്ട കുഞ്ഞെ, എന്നെ പിന്തുടർന്നു വരൂ. ഞാൻ നിന്നെ ആ മരവേലിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാം. അപ്പു പതുക്കെ പറന്നു. മൺപാതയിലൂടെ നീങ്ങുന്ന കാക്കയെ കണ്ണും നട്ട് മിന്നി നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ നടന്ന് മരവേലിക്കടുത്തെത്തി. മരവേലിക്കരികിൽ ആകാംക്ഷയോടെ അമ്മ പൂച്ച കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മിന്നിയുടെ ഓറഞ്ച് രോമങ്ങളും പിങ്ക് കോളറും കണ്ടതും അമ്മ ഓടി വന്ന് തന്റെ വെളുത്ത പാദങ്ങൾ കൊണ്ട് കുഞ്ഞിനെ വാരിപ്പുണർന്നു. ഓ മിന്നി, അമ്മയ്ക്ക് ഒരുപാട് പേടിയായി. അമ്മ പൂച്ച കുഞ്ഞിന്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം അമ്മേ, ആ നീല ചിത്രശലഭം നല്ല ഭംഗിയുള്ളതായിരുന്നു. പക്ഷേ നമ്മുടെ മുറ്റമാണ് ഏറ്റവും നല്ല സ്ഥലം. ഇനി ഞാൻ അമ്മ പറയുന്നത് അനുസരിക്കും.